സ്നേഹമുള്ള സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ 6-ാമത്തെ വചനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അൻ-നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നാണ്. മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ അടുപ്പമുള്ളവൻ, വളരെ വേണ്ടപ്പെട്ട ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ പ്രായോഗിക ജീവിതമായിരുന്നു സ്വഹാബത്തിലൂടെ ശരിക്കും കാണാൻ സാധിച്ചതും. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു പ്രവാചകന്റെ വാക്ക് കേട്ട് സ്വന്തം താല്പര്യങ്ങളെ മാറ്റിവെക്കുന്ന ഒരു വിശ്വാസി സമൂഹം സ്വന്തത്തേക്കാളധികം, സ്വന്തം മാതാപിതാക്കളെക്കാളധികം, സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരെക്കാളും മക്കളെക്കാളും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിനേക്കാളും വീടിനേക്കാളും തൊഴിലിനേക്കാളും അധികം പ്രവാചകന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ വിശ്വാസി സമൂഹം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം വിരിമാറ് കാണിച്ചു കൊടുത്ത് അമ്പുകൾ സ്വീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം സംരക്ഷിച്ച ഒരു വിഭാഗമാണ് ഈ പ്രവാചകന്റെ അനുയായികൾ. എല്ലാ അമ്പിയാക്കൾക്കും നല്ല നല്ല അനുയായികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ആ അനുയായികളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, അവരുടെ ഗുണമേന്മ കൊണ്ടും ലോകത്ത് ഏറ്റവും നല്ല അനുയായി വൃത്തം ലഭിച്ച ഒരു നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ കാര്യത്തിൽ വളരെ താല്പര്യമുണ്ടായിരുന്ന ആളാണ്. ഹരീസുൻ അലൈക്കും, വിശ്വാസികളോട് വളരെ താല്പര്യമുള്ള, വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അതിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന, മനസ്സ് വേദനിക്കുന്ന ഒരാളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും, നിങ്ങൾക്കുണ്ട് ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ, അത്യുത്തമമായ, ഉത്കൃഷ്ടമായ, ഉദാത്തമായ ഒരു മാതൃക നിങ്ങൾക്കുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഈമാൻ കൊള്ളുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഏത് നിമിഷത്തിലേക്കും ഏത് മേഖലയിലേക്കും ഈ നബിയിൽ നമുക്ക് മാതൃക കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ഏതൊരു മേഖലയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ളത്? എല്ലാ മേഖലയിലും. ലഖദ് കാന ലക്കും എന്ന് പറയുന്ന ലക്കും ആരാണോ വിശുദ്ധ ഖുർആൻ വായിക്കുന്നത് അവനുള്ളതാണ്. ഈമാൻ ഉണ്ടെങ്കിൽ, ഈമാന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രവാചകന്റെ ജീവിതത്തിൽ അവന്റെ അതേ അനുഭവത്തിൽ നമുക്ക് മാതൃക കാണാൻ സാധിക്കും. ഇത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെട്ട, സ്നേഹിക്കപ്പെട്ട, ബഹുമാനിക്കപ്പെട്ട, അതുപോലെ ആദരിക്കപ്പെട്ട, എന്നാൽ ഒരിക്കൽ പോലും ആരാധിക്കപ്പെടരുതേ എന്ന് വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്ത ഒരു പ്രവാചകൻ അതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബിയുടെ ഈമാനും, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖുവത്തും, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഖ്വയും, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആർദ്രതയും ലീനത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്മേളിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതം അത് എവിടെയാണെങ്കിലും, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന്, ഒരു കുടുംബത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്രമാത്രം ജീവിതത്തെ മാതൃകയാക്കി കൊടുത്ത ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അതിലേക്ക് നോക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മോട് പറയുന്നത്. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അത്തിഉല്ലാഹ വ അത്തിഉ റസൂൽ, നിങ്ങൾ ആ പ്രവാചകനെ അനുസരിക്കൂ. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ നിങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ഈ പ്രവാചകന്റെ ജീവിതത്തെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സിന് ശാന്തി നൽകുന്ന, അവന്റെ ജീവിതത്തിന് വിശുദ്ധി നൽകുന്ന, അവന്റെ കുടുംബജീവിതത്തിന് ഭദ്രത നൽകുന്ന, അവന്റെ സൊസൈറ്റിക്ക്, സമൂഹത്തിന് സുരക്ഷിതത്വം നൽകുന്ന, അവന്റെ ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന ഒരു നിയമം, ഒരു ജീവിത സംഹിതയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു റോളിലാണോ ജീവിക്കുന്നത് ആ റോഡിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക കാണാൻ സാധിക്കും. നമ്മളൊരു അനാഥനാണോ എങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ട,
ജനിച്ചു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മാതാവ് മരണപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടിയിൽ നമുക്ക് മാതൃകയുണ്ട്. ഒരു അനാഥക്ക് അവിടെ മാതൃകയുണ്ട്. നമ്മളൊരു വളർത്തുപുത്രനാണോ എങ്കിൽ മാതാപിതാക്കളുടെ മരണശേഷം പിതാമഹന്റെയും അദ്ദേഹത്തിന്റെ മരണശേഷം പിതൃവ്യന്റെയും വീട്ടിൽ വളർന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു വളർത്തുപുത്രൻ എങ്ങനെയായിരിക്കണം എന്ന മാതൃക നമുക്ക് കാണാൻ സാധിക്കും. തനിക്ക് ഹദിയായി കിട്ടിയ ഒരു അടിമക്കുട്ടി സെയ്ദ് ബിൻ ഹാരിസ എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയെ സ്വന്തം മകനെ പോലെ വളർത്തുകയും ആ കുട്ടിയുടെ പേരൻസ് ആ കുട്ടിയെ അന്വേഷിച്ചറിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നബിയുടെ വീട്ടിൽ വന്നപ്പോൾ നബി ആ കുട്ടിയോട് സ്വന്തം മാതാപിതാക്കളുടെ കൂടെ പോകാൻ പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, എനിക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കണം, ഇവിടെയാണ് എനിക്ക് സമാധാനം എന്ന് പറയാൻ മാത്രം ഒരു വളർത്തു പിതാവിന് നമുക്ക് ഒരു മാതൃക കാണാൻ സാധിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ. എന്തു പറഞ്ഞാലും എന്തെന്ന് പറഞ്ഞാലും അതെല്ലാം കേൾക്കാൻ വിശ്വസിക്കാൻ മാത്രം തൻ്റെ കൂടെയുള്ള കൂട്ടുകാരെ പരിപോഷിപ്പിച്ചെടുത്ത അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള കൂട്ടുകാരുള്ള മുഹമ്മദ് നബിയിൽ ഒരു കൂട്ടുകാരൻ എങ്ങനെയായിരിക്കണം അവർക്കിടയിൽ പെരുമാറേണ്ടത് എന്ന മാതൃക നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ കച്ചവട മുതലാളിയായ ഖദീജയുടെ ചരക്കുകൾ അതെടുത്ത് മറ്റു നാടുകളിലേക്ക് കച്ചവടത്തിന് പോവുകയും കച്ചവടം ചെയ്യുന്ന വസ്തുവിൻ്റെ ഗുണനിലവാരത്തോടൊപ്പം അതിലുണ്ടാകുന്ന മോശങ്ങളും പറഞ്ഞ് വളരെ സത്യസന്ധമായി കച്ചവടം നടത്തി അതിൽ യാതൊരു കൃത്രിമത്വവും കാണിക്കാതെ ഖദീജ ബീവിക്ക് കറക്റ്റ് കണക്കുകൾ കൊടുത്തിരുന്ന മുഹമ്മദ് നബിയിൽ ഒരു കച്ചവടക്കാരന്റെ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. യജമാനന്റെ ആട്ടിൻ പറ്റങ്ങളെ മലഞ്ചെരുവിൽ കൊണ്ടുപോയി അവയെ ശരിക്ക് തീറ്റിപ്പോറ്റി വൈകുന്നേരം കൃത്യമായി തന്റെ ഉത്തരവാദിത്വവും അമാനത്തും ഏൽപ്പിച്ച മുഹമ്മദ് നബിയിൽ ഓരോ തൊഴിലാളിക്കും നമുക്ക് മാതൃക കാണാൻ സാധിക്കും. ഖദീജയുടെയും ആയിഷയുടെയും സൗദയുടെയും ഹഫ്സയുടെയും സൈനബിന്റെയും ഉമ്മു സലമയുടെയും ജുവൈരിയയുടെയും സൊഫിയയുടെയും മൈമൂനയുടെയും ഉമ്മു ഹബീബയുടെയും ഭർത്താവായിട്ടും അവർക്കിടയിൽ പൂർണ്ണമായി നീതി നടപ്പാക്കുകയും തന്റെ ഭർത്തൃജീവിതത്തിൽ പാകപ്പിഴവുകൾ ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുകയും തന്റെ കാലശേഷമോ ജീവിതകാലത്തോ ഞങ്ങളോട് അനീതി കാണിച്ചു എന്ന് ഒരു ഭാര്യയ്ക്ക് പോലും പരാതി പറയാനില്ലാത്ത രീതിയിൽ അവർക്കിടയിൽ ഏറ്റവും നല്ല ഭർത്താവായി ജീവിച്ച മുഹമ്മദ് നബിയിൽ ഓരോ ഭർത്താക്കന്മാർക്കും മാതൃകയുണ്ട്. 3 മാസക്കാലം 3 ചന്ദ്രമാസക്കാലം വീട്ടിൽ വെറും പച്ചവെള്ളവും ഈത്തപ്പഴവും മാത്രം തിന്ന് വിശപ്പടക്കി ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഓരോ ദരിദ്രന്റെയും മാതൃക നമുക്ക് കാണാൻ സാധിക്കും. താസിമിന്റെയും സൈനബയുടെയും റുഖിയയുടെയും ഉമ്മു കുൽസുമിന്റെയും അബ്ദുള്ളയുടെയും ഫാത്തിമയുടെയും പിതാവായ ഇബ്രാഹിമിന്റെയും പിതാവായ മുഹമ്മദ് എന്ന് പറയുന്ന നബിയിൽ ഒരു പിതാവ് തന്റെ മക്കൾക്ക് മുമ്പിൽ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന ഉദാത്തമായ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. തന്റെ പേരക്കുട്ടികളായ ഹസന്റെയും ഹുസൈന്റെയും കൂടെ ഒരുപാട് സമയം ചെലവഴിക്കുകയും അവരെ കളിപ്പിക്കുകയും അവർക്ക് ശരിക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പിതാമഹനായ മുഹമ്മദ് നബിയിൽ ഓരോ വല്യപ്പന്മാർക്കും മാതൃകയുണ്ട്. നിങ്ങളൊരു പ്രബോധകന്റെയും സുന്നത്തിന്റെയും സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്റെ ജീവിതത്തെ മാതൃകായോഗ്യമായി കാണിച്ചു കൊടുത്ത് 40 വർഷക്കാലം ഞാനൊരു അൽ അമീനാണ് എന്ന് ജനങ്ങൾ പറയത്തക്ക രീതിയിൽ നിസ്വാർത്ഥമായ വളരെ സത്യസന്ധമായ ജീവിതം കാണിച്ചു കൊടുത്ത മുഹമ്മദ് നബിയിൽ ഓരോ പ്രബോധകനും എങ്ങനെയാണ് തന്റെ ജീവിതത്തെ വ്യക്തിവിശുദ്ധിയിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന മാതൃക നമുക്ക് കാണാൻ സാധിക്കും. തന്റെ അനുയായികളിൽ നിന്ന് പലർക്കും പലതരത്തിലുള്ള പീഡനങ്ങൾ, തന്റെ അനുയായികൾക്ക് സത്യനിഷേധികളിൽ നിന്ന് പലർക്കും ഒരുപാട് പീഡനങ്ങൾ ലഭിച്ചപ്പോൾ അതെല്ലാം ക്ഷമിക്കുകയും അവർക്കെല്ലാം പരലോകമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയും അവസാനം വിജയം ശ്രീലാളിതനായ സമയത്ത് തങ്ങളെ പീഡിപ്പിച്ച ആ സമൂഹം ഖുറൈശി ഗോത്രത്തിന് പൂർണ്ണമായും മാപ്പ് കൊടുത്ത മുഹമ്മദ് നബിയിൽ പീഡിത വിഭാഗത്തിന് മാതൃക കാണാൻ സാധിക്കും. തന്റെ മകൾ ഫാത്തിമ അവൾ മോഷ്ടിച്ചാലും ഞാൻ ഇസ്ലാമിന്റെ വിധി നടപ്പാക്കുമെന്ന് പറഞ്ഞ ഒരു രാജാവിൽ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഓരോ രാജാക്കന്മാർക്കും മാതൃക കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ലഖദ് കാന ലക്കും എന്ന ലക്കും ആരാണോ വിശുദ്ധ ഖുർആൻ വായിക്കുന്നത്, ഈ പറയപ്പെട്ട ജീവിതത്തിന്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും അവന്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മാതൃക കാണാൻ സാധിക്കും. യുദ്ധത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് സവാദ് ബിൻ അസിയ എന്ന് പറയുന്ന ഒരു വ്യക്തി മുന്നിലേക്ക് കയറി നിന്നപ്പോൾ
ആ ലൈന് അലൈൻമെന്റ് ശരിയാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ഈന്തപ്പനയുടെ കമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് താങ്കളെ പകരം വീട്ടണമെന്ന്. ഈ കേട്ട സമയത്ത് യജമാനനായ അവരുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വസ്ത്രം അഴിച്ച് തന്റെ വയറ് കാണിച്ചു കൊടുത്തു. പകരം വീട്ടിക്കോളൂ, ഇത് നീ പരലോകത്തേക്ക് വെക്കരുത് എന്ന് പറഞ്ഞ് വയറ് കാണിച്ചു കൊടുത്ത നബിയിൽ ഒരു നേതാവ് എത്രമാത്രം തന്റെ അനുയായികളോട് പെരുമാറണം എന്ന മാതൃക നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ ഏത് മേഖല എടുത്തു നോക്കിയാലും ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബികൾ വന്ന് പരാതി പറഞ്ഞു, നബിയെ, വിശക്കുന്നുണ്ട് ഞങ്ങളിൽ ചില ആളുകളെ നിങ്ങൾ കണ്ടോ, വയറ്റത്ത് കല്ല് വെച്ചിട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്, അങ്ങേയറ്റം വിശപ്പുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വസ്ത്രം ഉയർത്തി കാണിച്ചു കൊടുത്തു. തന്റെ മേൽ വസ്ത്രം ഉയർത്തി കാണിച്ചപ്പോൾ 3 കല്ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വയറിൽ വെച്ചിട്ടുള്ളത്. വിശക്കുന്നുണ്ട് പ്രവാചകന്, ഇവർക്ക് വിശക്കുന്നതിനേക്കാൾ മുമ്പ് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ജോലി അവരെ പോലെ ഞാനും നിർവഹിക്കട്ടെ എന്ന് പറഞ്ഞ ആ നബി ഒരു സഹപ്രവർത്തകനിൽ ഉദാത്തമായ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. പൂച്ചക്ക് വെള്ളം കൊടുക്കാത്തൊരു സ്ത്രീയോട് നീ നരകത്തിലാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പച്ചക്കരളുള്ള ഒരു ജീവിയെ പോലും വേദനിപ്പിക്കരുതേ എന്ന് പറഞ്ഞ ആ പ്രവാചകനിൽ എല്ലാ സഹജീവി സംരക്ഷകർക്കും മാതൃക കാണാൻ സാധിക്കും. പെൺകുട്ടി ജനിച്ചാൽ അപമാനത്തിന്റെ ഭാരത്താൽ അവരെ കുഴിച്ചുമൂടിയിരുന്ന ഒരു സമൂഹത്തെ പെൺകുട്ടികൾ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം, പെൺകുട്ടികളെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം നൽകി മതബോധം നൽകി അവരെ വിവാഹം കഴിച്ചേൽപ്പിച്ചാൽ നമ്മളിൽ വരുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നും നമുക്ക് നരകത്തിന് കാവലായി നമ്മുടെ പെൺകുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരികയും അള്ളാഹുവെ ഞങ്ങൾക്ക് സ്വാലിഹത്തായ പെൺകുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം ഒരു വിഭാഗത്തെ വളർത്തിയെടുത്ത മുഹമ്മദ് നബിയിൽ എല്ലാ വനിതാ വിമാചകർക്കും മാതൃകയുണ്ട്. പെൺകുട്ടികളോട് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം കാണിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ് തന്റെ മകളോട് എങ്ങനെ പെരുമാറണമെന്ന് കാണിച്ചു. മറ്റുള്ളവരെ കാണുമ്പോൾ ബഹുമാനിച്ച് എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകൾ ഫാത്തിമ വിവാഹത്തിന് ശേഷം അലിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് ആ പ്രവാചകൻ തന്റെ മകൾ വരുന്നത് കണ്ടാൽ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുകയും അവളെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് തന്റെ മകൾക്ക് പിതാവിന്റെ ആശീർവാദം സ്വാഗതം നൽകിക്കൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ പിതാവിൽ ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ് എങ്ങനെയായിരിക്കണമെന്ന മാതൃക നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ ശരീരത്തിൽ രാത്രി കടന്നുറങ്ങിയിട്ടുള്ള ഈന്തപ്പനയുടെ ഓലയുടെ അടയാളങ്ങൾ ശരീരത്തിലുണ്ടായിരുന്നു. പ്രവാചകന്റെ ശരീരത്തിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത് കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, റോമയുടെയും പേർഷ്യയുടെയും രാജാക്കന്മാരെല്ലാവരും സുഖിക്കുകയാണ്, ആസ്വദിക്കുകയാണ്, അവർക്കൊരു രാജപദവിയിലാണ് ജീവിക്കുന്നത്. നബിയെ, ഞാൻ താങ്കൾക്കൊരു വിരിപ്പ് വാങ്ങിത്തരട്ടെ, ആ വിരിപ്പിൽ കിടന്നൂടെ നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, അവർക്കുള്ളത് ദുനിയാവാണ്, അവർക്കാകെ 60, 70, 80 വയസ്സ് ജീവിക്കാനുള്ള ദുനിയാവേ ഉള്ളൂ. നമുക്ക് സ്വർഗമാണുള്ളത്, നമുക്ക് അവിടേക്ക് മതി, ഇവിടെ സുഖിക്കണം എന്നില്ല എന്ന് പറഞ്ഞ മദീനയുടെ രാജാവിനുണ്ട് ലോകത്തെ എല്ലാ രാജാക്കന്മാർക്കുമുള്ള മാതൃക. പള്ളിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഈത്തപ്പഴത്തിൽ നിന്നും തന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ വന്ന് അതിൽ നിന്നും ഈത്തപ്പഴം എടുത്ത് ഭക്ഷിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ വന്ന് അത് നമുക്ക് പാടില്ല മക്കളെ, നമുക്കത് തിന്നാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞ് വായിലേക്ക് കൈയിട്ട് ആ ചവച്ചരച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ വായിൽ കൈയിട്ട് അത് പുറത്തേക്ക് തള്ളിയെടുത്തു. ഇനി ആ ഈത്തപ്പഴം ഈ ലോകത്തിൽ മനുഷ്യന് തിന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ എന്നാലും എന്റെ പേരക്കുട്ടികളുടെ വയറിലേക്ക് ഹറാമായ ഒരു സമ്പാദ്യം കയറരുത് എന്ന് വിചാരിച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു നേതാവ് എത്രമാത്രം നിസ്വാർത്ഥനായിരിക്കണം എന്നതിന്റെ മാതൃകയുണ്ട്. സ്വജനപക്ഷപാതത്തിനും കുടുംബത്തിനും തന്റെ കൂടെയുള്ള തന്റെ സഹപ്രവർത്തകർക്കും മാത്രം പ്രാധാന്യം കൊടുത്ത് ഉത്തരവാദിത്തത്തെ അനീതിപൂർവ്വം പെരുമാറുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ആണ് ജീവിക്കേണ്ടത് എന്ന മാതൃക നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധ തടവുകാരായ അമുസ്ലിങ്ങളായ മനുഷ്യരോട് തന്നെ കൊല്ലാൻ വന്ന, തന്നെയും തന്നിൽ വിശ്വസിച്ച ജനപദത്തെയും വധിക്കാൻ വന്നിട്ടുള്ള യുദ്ധത്തിലെ തടവാക്കപ്പെട്ട മനുഷ്യരോട് കൃത്യമായി അവർക്ക് ഭക്ഷണം കൊടുക്കണം. അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കരുത്. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ. അവർക്ക് നിങ്ങൾ ദാനധർമ്മങ്ങൾ നൽകുന്നത്
പുണ്യകരമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു സേനാധിപൻ, ഒരു സൈന്യ നായകൻ എങ്ങനെയായിരിക്കണം എന്ന മാതൃക നമുക്ക് കാണാൻ സാധിക്കും. ഉമറിന്റെയും അബൂബക്കറിന്റെയും മക്കളെ വിവാഹം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട് ഒരു ഭാര്യാപിതാവ്, ഒരു അമ്മോശൻ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന്. അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെയും അലി ബിൻ അബി താലിബിന്റെയും ഭാര്യാപിതാവായ തന്റെ മക്കളെ വിവാഹം കഴിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അതുപോലെ അലി ബിൻ അബി താലിബ്, അവരുടെ ഭാര്യ പിതാവായ മുഹമ്മദ് നബിയിൽ ഓരോ അമ്മോശനും എങ്ങനെ പെരുമാറണം എന്ന മാതൃക നമുക്ക് കാണാൻ സാധിക്കും. ഹുദൈബിയ സന്ധി അത് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. ഒരാൾക്കും അത് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ഒരു തീരുമാനം എന്ന നിലക്ക് മാത്രം അത് തങ്ങൾക്കെതിരാണെങ്കിലും അള്ളാഹു അതിൽ ഉദ്ദേശിച്ച ഖൈർ എന്താണെന്ന് അറിയില്ലല്ലോ. അള്ളാഹുവിന് കീഴൊതുങ്ങി ആ കരാർ പാലിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു കരാറുകാരന്റെ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. ജിബ്രീലിന്റെ അടുക്കൽ നല്ല വസ്ത്രം ധരിച്ച് അടങ്ങി ഒതുങ്ങി നിന്ന് ജിബ്രീൽ പറയുന്ന ആയത്തുകളും ജിബ്രീൽ നൽകുന്ന വഹീകളും കൃത്യമായി പഠിക്കുകയും മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാതെ ശ്രദ്ധാപൂർവ്വം പഠിക്കുകയും അത് നിരന്തരം ആവർത്തിച്ചു പറയുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത മുഹമ്മദ് നബിയിൽ ഒരു വിദ്യാർത്ഥിയുടെ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, ജീവിതത്തിൽ പകർത്താതെയല്ല ജീവിതത്തിൽ മാതൃകയാക്കിക്കൊണ്ട് തന്റെ ശിഷ്യഗണങ്ങളെ ദീൻ പഠിപ്പിച്ച മുഹമ്മദ് നബിയിൽ ഒരു അധ്യാപകൻ, ഒരു ഗുരു എങ്ങനെയായിരിക്കണം എന്ന മാതൃക നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിലേക്ക് തൊഴിലിന് വരുന്ന മനുഷ്യന്മാരോട് മോശമായി പെരുമാറരുത് എന്നും അവർക്ക് സാധിക്കാത്ത പണി അവരെ കൊണ്ട് എടുപ്പിക്കരുത് എന്നും അവർക്ക് വല്ല പണിയും നിങ്ങൾ കൊടുക്കുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ജോലി ചെയ്ത് സഹായിച്ചു കൊടുക്കണമെന്നും അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ കൂലി കൊടുക്കണം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണുള്ളത്? ഓരോ കാര്യവും നിങ്ങൾ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തു നോക്കുക. നമ്മൾക്ക് അഭിനയിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുപോകുന്ന ഓരോ മേഖലയിലും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും നല്ല മാതൃക നമുക്ക് കാണാൻ സാധിക്കും. അനാവശ്യമായി ഒരിക്കലും ഒരു ചെടി പോലും നശിപ്പിക്കരുത് എന്നും ഖിയാമത്ത് നാൾ നിങ്ങൾ മുമ്പിൽ കണ്ടാലും നിങ്ങളുടെ കൈകളിലുള്ള തൈകൾ അത് നിങ്ങൾ കുഴിച്ചിടണമെന്നും പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതി സ്നേഹികൾക്ക് മാതൃകയാണ്. ഈ ആയത്തിൽ ലഖദ് കാന ലക്കും എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ, ഈ ലക്കും ഈ വിശുദ്ധ ഖുർആൻ ആരൊക്കെ വായിക്കുന്നോ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കുമാണ്. ഇത്രമാത്രം മനുഷ്യനെ സ്വാധീനിച്ച, മനുഷ്യന്റെ ജീവിതത്തെ എല്ലാ ഭാഗത്തേക്കും സ്പർശിച്ച ഒരു നേതാവിനെ നമുക്ക് ജീവിതത്തിൽ മറ്റൊന്നും കാണാൻ സാധ്യമല്ല. ആ നബിയെ ഇത്തിബാ ചെയ്യുക എന്നത് മാത്രമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാനുള്ള ഏക മാർഗം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ നബിയെ ഞാൻ അയച്ചിട്ടുള്ളത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും, മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, സസ്യങ്ങൾക്ക് മാത്രമല്ല, സകല ജന്തു ജീവജാലങ്ങൾക്കുമെല്ലാം മാതൃകയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാതൃകയായി നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാൾ താല്പര്യം കാണിക്കുന്ന ഈ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ പകർത്തി യഥാർത്ഥ സുന്നത്തനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, റമളാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞു. നമ്മളിപ്പോൾ ഷവ്വാലിലാണുള്ളത്. മൻ സ്വാമ റമളാന സുമ്മ തബഅഹു സിത്തൻ മിന ശവ്വാൽ കഅന്നഹു കസിയാമി ദഹർ. നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച് പലരും ഹിഫ്ലാക്കി വെച്ച ഹദീസാണ്. ഒരു റമളാൻ മാസത്തിലെ 30 ദിവസം ഒരു മനുഷ്യൻ നോമ്പനുഷ്ഠിച്ചാൽ അതിൻ്റെ 10 ഇരട്ടി കൂലി, 10 മാസം നോമ്പനുഷ്ഠിച്ച കൂലിയാണ് അവന് അള്ളാഹു രേഖപ്പെടുത്തുക. ഒരു വർഷത്തിലാകെ 12 മാസമേ ഉള്ളൂ. അതിൽ 10 മാസം നോമ്പനുഷ്ഠിച്ച കൂലി ഈ റമളാൻ മാസത്തിലെ ഒരു നോമ്പിലൂടെ അവന് കരഗതമാക്കാൻ സാധിക്കും. മൻ സ്വാമ റമളാന സുമ്മ തബഅഹു സിത്തൻ മിന ശവ്വാൽ. ഷവ്വാലിൽ നിന്ന് ഒരാറണം എടുത്താൽ, ഷവ്വാലിൽ നിന്ന് ആറണം, അത് ഏത് സമയത്തും ആകാം, അതിനെ തുടർച്ചയായി തന്നെ ആകണമെന്നില്ല. സുമത്ത് ബാഹു സിത്ത എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ആ റമളാനിനെ തുടർന്ന് തന്നെ ആറണം വേണ്ടിയിരുന്നു. മിന ഷവ്വാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ സ്ഥിതിക്ക് ഷവ്വാൽ മാസത്തിൽ നിന്നും അത് എപ്പോൾ എടുത്താലും മതി, ആറണം.
6 നോമ്പിന് 60 നോമ്പിൻ്റെ കൂലിയാണ്, 10 ഇരട്ടി. 60 നോമ്പ് പറയുമ്പോൾ 2 മാസമായി. 10 മാസം റമദാനിൻ്റെ കൂലിയും 2 മാസം 6 നോമ്പിൻ്റെ കൂലിയും വരുമ്പോൾ 12 മാസവും നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ്. ഒരു വ്യക്തി, ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി റമദാനിന് ശേഷം ശവ്വാലിൽ 6 നോമ്പും അനുഷ്ഠിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിച്ചു തന്നിട്ടുള്ളത്. ആ സുന്നത്ത് കളയരുത് എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മാക്സിമം പുലർത്തുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഈ നബിയെ അല്ലാതെ വേറെ മാർഗമില്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കണ്ടിട്ടുള്ള മാതൃക ജീവിതത്തിൽ സ്വീകരിക്കുക. ഇബാദത്തുകൾ അള്ളാഹുവിന്, അതിൻ്റെ കൈഫിയത്തുകൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ വമൻ യുതിഇ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ ആരെങ്കിലും അനുകരിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും അനുസരിച്ചാൽ അത് അള്ളാഹുവിനുള്ള അനുസരണമാണ് എന്നാണ് നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ വിശ്വാസി സമൂഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മളെക്കാൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ എത്ര താല്പര്യങ്ങളാണ് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളെല്ലാം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്താൽ അവർ നമുക്ക് വിലക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ മാറ്റിവെക്കുകയുള്ളൂ. അത് ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യത്തിൽ എല്ലായിടത്തും അത് സ്വീകരിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാനുള്ള മുസ്ലിമായി ജീവിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.